എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജഗോപാൽ എന്നാണ്. എൻ്റെ വീട് ചൂണ്ടൽ. അമ്മയുടെ പേര് സാവിത്രി. എൻ്റെ ഫ്രണ്ട് പറഞ്ഞാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് തൃശ്ശൂരെ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും അമ്മയും കൊണ്ട് ഇങ്ങനെ ഓരോ അമ്പലങ്ങളായിട്ട് ഇങ്ങനെ പോവാറുണ്ട്. ഇപ്പോൾ ഒരു 850 സ്ഥലങ്ങൾ കവർ ചെയ്തു. അതിലൊരു 500 അമ്പലം തൊഴിലുള്ള ഭാഗ്യം ഉണ്ടായി എനിക്ക്. അതുപോലെ തന്നെ ഇപ്പം അമ്മയുടെ ഒരു ഡോക്യുമെൻ്ററി ഒരു 10-16 വർഷക്കാലം പാരലൈസായി കിടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക്. വീട്ടിലെ അച്ഛൻ കിടപ്പ്, അമ്മ കിടപ്പ്, ചേട്ടൻ കിടപ്പ്, അങ്ങനെ 3 ആൾ 3 റൂമിലൊരു ആശുപത്രി വാസമായിരുന്നു എൻ്റെ ജീവിതം. അങ്ങനെ ഇരിക്കുമ്പോൾ ഗൾഫിൽ നിന്ന് ജോലി റിസൈൻ ചെയ്ത് വന്ന് നാട്ടിൽ കൂടി ഇവരെ പരിചരിക്കാന്നുള്ളൊരു യോഗം എനിക്കുണ്ടായി. അതിലിപ്പോൾ നമ്മുടെ അച്ഛൻ മരണപ്പെട്ടു, ചേട്ടൻ്റെ ഒരു കൊറോണ വന്ന് മരണപ്പെട്ടു, അതുപോലെ തന്നെ പെങ്ങളുടെ കുട്ടി ആക്സിഡൻറ്റിൽ മരിച്ചു, അതുപോലെ തന്നെ എൻ്റെ ചേച്ചി അറ്റാക്കായിട്ട് ബോംബെയിൽ വെച്ച് മരണപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വീടാകെ ശൂന്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അമ്മയ്ക്ക് ആകെ ഒരു പേടി ഉള്ളിൽ കയറി. ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടി. ഇപ്പോൾ ചെറിയ കുട്ടികളെ പോലെ എന്നെ എങ്ങനെ അമ്മ ചെറുപ്പത്തിൽ നോക്കിയോ അതേപോലെ തന്നെ അമ്മ എടുക്കുക, കുളിപ്പിക്കുക, ഭക്ഷണം കൊടുക്കുക, അമ്പലങ്ങളിൽ കൊണ്ടുപോവുക, അങ്ങനെ ഒരു ശീലം. അങ്ങനെ ഇപ്പോൾ ഒരു 16 വർഷം ഇന്നത്തെ ദിവസം വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇനിയും അമ്മ ഒരു 100 വയസ്സത്തോളം മേലെ ജീവിച്ചിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഈ ഭാഗ്യം അല്ല, ഇപ്പോൾ ഈ അമ്മയുടെ ഒരു സിനിമ, ഒരു ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഇന്ന് പോയിട്ടുണ്ടാവും. ആ ഒരു പടം അമ്മയ്ക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഈ അമ്മയ്ക്ക് വല്ലതും പറയണ്ടോ? അപ്പൊ ഈ വരും തലമുറയിലെ ഈ കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാവട്ടെ, ഇതൊരു മാതൃകയാവട്ടെ. ഇന്ന് ഈ കാലഘട്ടത്തിൽ എല്ലാ അമ്മമാരെയും ഉപേക്ഷിക്കുക, അതുപോലെ തന്നെ പേപ്പറിൽ ദിനം പ്രതി നമുക്ക് വായിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. ഇപ്പം അമ്മയെ മാത്രമല്ല, നമ്മുടെ രക്ഷിതാക്കൾ അച്ഛനെയും നോക്കണം. ഇപ്പം എല്ലാവരും അമ്മയെ മാത്രമേ എല്ലാവരും പറയുന്നുള്ളൂ, അച്ഛനെ നോക്കുന്നില്ല. അച്ഛൻ്റെ ഒരു സംസാരേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. അപ്പം അച്ഛനെയും നോക്കണം, അമ്മയും നോക്കണം, എല്ലാവരും നോക്കുക. അപ്പം നമ്മൾ മാതാപിതാ ഗുരു ദൈവം അല്ലേ, ആദ്യം അമ്മയാണ്, പിന്നെ പിതാവാണ്, പിന്നെ ഗുരുവാണ്, 4ാമതാണ് ദൈവം വരുന്നത്. ഏറ്റവും ഫസ്റ്റ് നമ്മുടെ അമ്മയാണ്. അമ്മയെ നമ്മൾ നന്നായി നോക്കുക. ഈ വരുന്ന എല്ലാവർക്കും ഇതൊരു പ്രചോദനമാവട്ടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നിർത്തുന്നു. സാവിത്രി അമ്മയ്ക്ക് നാദബ്രഹ്മത്തിന്റെ ദക്ഷിണ നൽകുന്നതിന് നമ്മുടെ ട്രസ്റ്റ് അംഗങ്ങളെ ക്ഷണിക്കുന്നു. ഈ മാതൃദിനത്തിനെ ധന്യമാക്കിയ സാവിത്രിയമ്മയ്ക്കും മകൻ രാജഗോപാലിനും നാദബ്രഹ്മത്തിന്റെ നന്ദി അറിയിക്കുന്നു. അവർക്കൊരു വലിയ കയ്യടി കൊടുക്കാവുന്ന